ഹലോ ഗുഡ് മോർണിംഗ്. ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. സൺഡേ അല്ലേ, ഇന്ന് ജോലിക്ക് പോകണ്ട. അത് കാരണം ഇന്നൊരു കുക്കിംഗ് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും മിച്ച വയ്ക്കുന്നത്, ഇന്ന് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. ചിക്കനെല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട്. സവാളയൊക്കെ അരിഞ്ഞു, തക്കാളിയെല്ലാം അരിഞ്ഞു, എല്ലാം റെഡിയാക്കി വെച്ച് തന്നിട്ടുണ്ട് അമ്മിച്ചി. അത് കഴിഞ്ഞിട്ട് നമുക്കിനി കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. എണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. അത് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് സവാളയൊക്കെ ഇട്ട് വഴറ്റി കൊടുക്കാം. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. നല്ലോണം വാടട്ടെ. തക്കാളി ഇപ്പം ഇടില്ല, ഞാനിടുമ്പോൾ ഇത് നല്ലോണം വഴണ്ട് കഴിഞ്ഞ് വാടാറായി കഴിയുമ്പോഴേ തക്കാളി ഇടുള്ളൂ. അപ്പോൾ അവിടെ കിടന്ന് വാടട്ടെ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടുമെന്ന് പറയും. അപ്പോൾ ഞാൻ ഉപ്പിട്ടേക്കാം. അതവിടെ വഴണ്ട് വരട്ടെ. അപ്പം ഞാൻ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ അമ്മിച്ച് ഇവിടെ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ ഒരുക്കി തന്നുണ്ട്. അത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണേ. നമുക്ക് പാടില്ല, ജലദോഷവും തലവേദനയൊക്കെയാണ്. അത് വാടുന്ന സമയം കൊണ്ട് നമുക്കിത്തിരി മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയല്ല, ഒന്ന് നല്ലോണം പച്ചമണം പോണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സവാള ഒന്ന് വാടി തുടങ്ങിയിട്ട് ഞാൻ തക്കാളി ചേർത്ത്, അതുപോലെ തന്നെ നമ്മുടെ പൊടി ആവശ്യത്തിന് മൂത്ത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇങ്ങനെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതും ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ. പൊടികളെല്ലാം ഇട്ട് യോജിപ്പിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതും ഒന്ന് മുരിഞ്ഞ് എണ്ണ തെളിയട്ടെ. മല്ലിയിലയും വേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റി അരിപ്പ് ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇടാം. മസാല എല്ലാം കൂട്ടി യോജിപ്പിച്ച് ഇനിയിപ്പോൾ അതിൽ നിന്ന് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, വേവാനുള്ള കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതവിടെ ഇരുന്ന് വെന്ത് ശരിയാവട്ടെ. ബാക്കിയെല്ലാം കഴിഞ്ഞ് അമ്മച്ചി ഇവിടെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുന്നതുണ്ട. നമുക്ക് കുറച്ച് ബീഫും കൂടെ കറി വെക്കണം. നമ്മളിന്ന് എൻ്റെ മൂത്ത ആങ്ങളയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അവിടെ പോകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് പണികളുണ്ട്. ഓക്കെ, കറി അപ്പോൾ അവിടെ ഇരുന്ന് വേവട്ടെ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. അമ്മയുടെ ബീക്കില്ലേ, അമ്മയുടെ ബീക്കിയോ ഇങ്ങനെയാണാ അമ്മയുടെ പുത്ത്. എൻ്റെ മുത്താണ്, ഇതെൻ്റെ മുത്ത്, ഞങ്ങളുടെ സ്വത്ത്. കറി അവിടെ കിടന്ന് തിളക്കട്ടെ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.